വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ഇത്തിരി കുഞ്ഞനായിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. പക്ഷേ ഇതിന്റെ പിക്ചർ ക്വാളിറ്റി ഉണ്ടോ, ഒരു രക്ഷയില്ല, കിടിലൻ പിക്ചർ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഇതിന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനും മറ്റുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ വിശദമായിട്ടുള്ളൊരു ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത്. അതിൽ ഇതിന്റെ സെറ്റിംഗ്സും മറ്റുള്ള കാര്യങ്ങളും പിക്ചർ ക്വാളിറ്റി എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോകാം. അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ. ഹായ് ഫ്രണ്ട്സ്, അവർക്ക് ജിജിറ്റ് ഓഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്രൊജക്ടർ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അൺബോക്സിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആ ഒരു പാക്കിനകത്ത് 2 പ്രൊജക്ടർ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പ്രൊജക്ടറിന്റെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു, AUN A002 പ്രൊജക്ടർ. സോ സെക്കൻഡ് പ്രൊജക്ടർ ആയ അത് ഏതാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ആ പ്രൊജക്ടർ. കണ്ടില്ലേ? ഓക്കെ, ടേക്ക് ദ മൂവി എനിവെയർ എന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇത്തിരി കുഞ്ഞ പ്രൊജക്ടർ ഉണ്ടോ, കണ്ടില്ലേ? നമ്മുടെ ഒരു കൈയുടെയൊക്കെ ആ ഒരു വലിപ്പമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രൊജക്ടറിന്റെ ഈ പ്രൊജക്ടറിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നു നോക്കുകയാണെങ്കിൽ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4K വീഡിയോ ഡീകോഡിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. HD ഡിസ്പ്ലേ ആണ്. പിന്നെന്താ, ടച്ച് ബട്ടൺ ഉണ്ട്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ആദ്യം നമുക്ക് അൺബോക്സിംഗിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇത് നമുക്ക് 4K ടെക്നോളജീസ് മലപ്പുറത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് നോക്കൂ. ആദ്യം തന്നെ ഇതിനകത്തൊരു 3D ഗ്ലാസ് എന്ന് വെച്ചാൽ അതിനകത്ത് 3D ഗ്ലാസ് ആണ്, റെഡ് സിയൻ ഗ്ലാസ് ആണ്. സോ അത് മിക്കവാറും പ്രൊജക്ടിലൂടെ വരാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് റിമോട്ട്. ഒരു നല്ല റിമോട്ടാണ് കേട്ടോ, കാണാൻ നല്ല ലുക്കുള്ള ഒരു അടിപൊളി റിമോട്ട്. കാരണം ഒരു കർവി ആയിട്ടുള്ള ലുക്കാണ് ഇതിൽ വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി റിമോട്ട്. സോ അവിടെ ഇരിക്കട്ടെ. അടുത്തത് നമുക്ക് നോർമൽ പവർ കോഡ്, സപ്ലൈ കണക്ട് ചെയ്യാനുള്ള പവർ കോഡ്. ഓക്കെ, അപ്പൊ അത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിലൊരു HDMI കേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. HDMIയുടെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. അടിപൊളി. അത് കാരണം അത്രയും ചെറിയ ലോ ബഡ്ജറ്റ് പ്രൊജക്ടറാണ്. അപ്പൊ അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഇതിന് കാണുന്നത് ഒരു മാനുവലാണ്. ഓക്കെ, യൂസർ ഗൈഡ് ആണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പ്രൊജക്ടറാണ് എടുക്കാനുള്ളത്. ഇതാണ് പ്രൊജക്ടർ. അടിപൊളി ഐറ്റം, ക്യൂട്ട് ആയിട്ടുണ്ട് സാധനം. വളരെ ചെറുതാണ്, ഒരുപാട് വലിപ്പമൊന്നുമില്ല, വളരെ ചെറിയ ഐറ്റമാണ്. നോക്കി, നമ്മുടെ ഒരു കൈയുടെ വലിപ്പം തന്നെ ഉള്ളൂ. പക്ഷെ നല്ല ക്യൂട്ട് ഡിസൈൻ ആണ് കേട്ടോ, അത് പറയാതെ വയ്യ. അതിന്റെ ലെൻസ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. സെൻസർ എനിക്ക് റിമോട്ടൊക്കെ സെൻസ് ചെയ്യുന്നതിനായിരിക്കും. ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് നോക്കണം. ഇതിന്റെ ടോപ്പിലുണ്ട് കേട്ടോ, ടോപ്പിൽ പവർ ബട്ടൺ ഉണ്ടേ. നിങ്ങൾക്ക് പവർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ സൈഡ് പുറകുവശത്തായിട്ടാണ് ഇതിന്റെ HDMI പോർട്ട്. ഒരു HDMI ആണുള്ളത്. HDMI 1, ഒരു USB കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. AV കണക്ട് ചെയ്യാം, AV ഇന്നൂടെ കണക്ട് ചെയ്യാം. പിന്നെ തോന്നിക്കോണോ റിമോട്ടിന്റെ സെൻസർ, ആ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പവർ കണക്ട് ചെയ്യാനുള്ള ഇവിടെ നമുക്ക് പവർ കോഡ് കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം. ഓക്കെ, ഇതിന്റെ ഫിൽറ്റർ ആണ് കേട്ടോ, കണ്ടില്ലേ? ഓക്കെ, ഈ ഫിൽറ്റർ നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാം. ഇത്രയാണ് ഇതിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഇതാണ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള യൂസർ മാനുവല്. നമ്മളിത് നോക്കുകയാണെങ്കിൽ നല്ല ഒരു തിക്കായിട്ടുള്ള പേപ്പറാണ്, മാഗസിന്റെ ഒരു പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ചുമ്മാ ഒരു പേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വരാറ്. അപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു മാനുവല്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യരുത്, എങ്ങനെ കണക്ട് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ പ്രൊജക്ടറിന്റെ ആ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, റിമോട്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, കൂടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പവർ ബട്ടൺ എവിടെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ലെൻസ്, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ റിസപ്ഷൻ, ഈ ഭാഗത്ത് റിമോട്ട് കൺട്രോൾ ഉണ്ട്. പിന്നെന്താണ് പവർ ഓഫ് ഇന്ത്യ, അതുപോലെ ഓൺ ഓഫ്, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുഡ് പാഡ്, മാനുവൽ ലിഫ്റ്റ് ബ്രാക്കറ്റ്, ഇവിടെയാണ് മാനുവൽ ലിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളത് നോക്കിയില്ല, അത് നോക്കണമെങ്കിൽ കണ്ടോ. ഓക്കെ, ശരിയാണ്. ഇത് ട്രൈപോഡ് പോലത്തെ ആ ഒരു ടൈപ്പ് സ്ക്രൂ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ അധികം വെയിറ്റ് ഇല്ല, ഒരുപാട് ഹെവി വെയിറ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. മേലെയോ താഴത്തോ എവിടെ വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് അടുത്ത പേജ് നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വെക്കേണ്ടത്, അതിന്റെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയാനായിട്ട്. അതായത് എത്ര ഡിസ്റ്റൻസ്, നമുക്കൊരു 100 ഇഞ്ച് സ്ക്രീന് കിട്ടാൻ എത്ര ഡിസ്റ്റൻസ് വേണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിപ്പോ കണ്ടില്ലേ 100 ഇഞ്ച് സ്ക്രീന്. ഓക്കെ, 100 ഇഞ്ച് സ്ക്രീന് 288
അതായത് സെന്റിമീറ്റർ ആണ്. അതായത് 2.88 മീറ്റർ നമുക്ക് പുറകിലേക്ക് വെക്കണം, എന്നാലാണ് 100 ഇഞ്ച് സ്ക്രീൻ കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് 10-230 ഇഞ്ച് സ്ക്രീൻ വരെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 100 ഇഞ്ച് ഒക്കെയാണ് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഇതെങ്ങനെയാണ് പവർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ വെക്കണം, പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ. ഇനി അതിന്റെ ഫംഗ്ഷനെ കുറിച്ച്, അതിന്റെ നെറ്റ് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ, ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള പ്രൊജക്ടറാണ്, നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് 3 ഫംഗ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലൂടൂത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ അറിയാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി ഇവിടെ കണക്ട് ചെയ്യുന്നതിന്റെ പോർട്ടൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടറായിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഷോർട്ട് കീസ് ഉണ്ടാവും. ചില ഓരോ ലാപ്ടോപ്പ് ഷോർട്ട് കീസ് ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐസറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ FN+F5 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേ ഷെയർ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. റിമോട്ടിൽ ബാറ്ററി ഇടുന്ന കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പെക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു HD പ്രൊജക്ടർ ആണ്. അതായത് 1280x720p റെസൊല്യൂഷൻ ആണുള്ളത്. LED ടൈപ്പ് ലാമ്പാണ്. റിമോട്ട് അഡ്ജസ്റ്റബിൾ ഫോക്കസ്. 18-230 ഇഞ്ച് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 100-120 ആയിരിക്കും മാക്സിമം ആണ്. ഇനി ഈ പ്രൊജക്ടറിന്റെ മറ്റ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 4200 ലൂമൻസ് ആണ്. അതൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മുടെ ബഡ്ജറ്റ് പ്രൊജക്ടിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ 30,000 hours ആണ് ലാമ്പിന്റെ ലൈഫ് വരുന്നത്. 2000:1 കോൺട്രാസ്റ്റ് റേഷ്യോ, അതുപോലെ തന്നെ 4:3 16:9 സ്കെയിൽ വേണമെങ്കിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. 65 വാട്ട്സിന്റെ പവർ കൺസപ്ഷൻ ഉണ്ട്. 3 വാട്ട്സിന്റെ സ്പീക്കർ. അതുപോലെ തന്നെ റാം 1GB ആണ്, റോം 8GB ഉണ്ട്. ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആണ്. വൈഫൈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ളൊരു പ്രൊജക്ടർ തന്നെയാണ്. ഓക്കെ, ഈ പ്രൊജക്ടർ നമുക്കിനി ഒന്ന് കണക്ട് ചെയ്തിട്ട് വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നേരിട്ട് ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ AUN A002 പ്രൊജക്ടർ ട്രൈപോഡിലൊക്കെ ഫിക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷനെ കുറിച്ചും സെറ്റിംഗ്സിനെ കുറിച്ചും അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റിയൊക്കെ വിശദമായി തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ അവർക്കും ബൈ.